അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പോയി കിടക്കണ്ടേ, ഞാനും നിങ്ങളും ഒരു ദിവസം പോയി കിടക്കണ്ടവരാ. എന്റെ ഖബറിനെ കുറിച്ച് ചിന്തിക്കാത്തത്, ആരുടെ മണ്ണിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരാത്തതുണ്ട്. കൂടെ നിന്നവരും കൂടെ കടന്നവരും കൈയടിച്ചവരും സഹായിച്ചവരും ഒരാളുമില്ലാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, ആരുടെ മണ്ണിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താപ്പാ? മഞ്ഞാടിയോ? എന്താ മഞ്ഞാടി? അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. തൊണ്ട പൊട്ടി വഴുത് പറയണ ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല, കേൾക്കാൻ വന്നവർക്ക് ചുക്കാപ്പി. കടിവെല്ലം ഉണ്ടോപ്പാ? ഇല്ലേ? എനിക്കൊന്നും ഇല്ലേപ്പാ. അള്ളാഹു ഹൗദുൽ കൗസർ നൽകുമാറാകട്ടെ, അള്ളാഹു ഹൗദുൽ കൗസർ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആറടി മണ്ണിനകത്ത് പോകണം. വെട്ടമുണ്ടോ? വെളിച്ചമുണ്ടോ? നിന്റെ പെണ്ണുമ്പിള്ള വരുവോ? നിന്റെ വാപ്പ വരുവോ? നിന്റെ ഉമ്മ വരുവോ? നിന്റെ മക്കള് വരുവോ? കൂട്ടുകാർ വരുവോ? ആരും വരില്ല. ഒറ്റയ്ക്ക് പോയി കിടക്കണം ഞാനും നിങ്ങളും. ആ ആറടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആറടി മണ്ണിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ ചിരിച്ചുകൊണ്ട് വരുവാ പത്തിരി. ആറടി മണ്ണിനകത്ത് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ മോഹമുണ്ടോ? അള്ളാന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതിക്കൂടെ ഒരു സൂറത്ത്, ചെറിയ സൂറത്തൊന്നും അല്ല, പേടിക്കണ്ട. 30 ആയത്തുണ്ട്, 2.25 പേജുള്ള ഒരു ചെറിയ സൂറത്തുണ്ട്. ഈ സൂറത്ത് ഓതിയാ മതി, നിന്റെ 6 അടി മണ്ണിൽ നിനക്ക് രക്ഷ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഈ സൂറത്ത് ഓതിയാൽ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ ഈ ഒരു ചെറിയ സൂറത്ത് ഓതണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്, സൂറത്ത് പറഞ്ഞ് ദുആ ചെയ്യാം. ചുക്കാപ്പി താഴെ വീഴണ്ട. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ അവന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുകയോ, അവന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുകയോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് ഖുർആൻ ഓതാൻ സമയമില്ലല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ടിവിയുടെ സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുകയാ. പ്രായമുള്ള ഉമ്മമാര് പടച്ചവരായുന്ന സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന കാലവാ. അവര് ഖബറിനെ കുറിച്ച് ചിന്തിക്കാറില്ല, മരണത്തെ കുറിച്ച് ചിന്തിക്കാറില്ല. മുടിയെല്ലാം നിറച്ച് മരണത്തിന്റെ അടയാളങ്ങൾ മുഴുവനും വന്ന ഉമ്മ പോലും പടച്ചവനെ നന്നാകാ മനസ്സില്ലാതെ ഈ പ്രായമായ കാലത്ത് ടിവിയുടെ ഫ്രണ്ടില് റിമോട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ. എത്ര പുണ്യമായ സമയമോ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമോ. യാസീൻ ഓതേണ്ട സമയമല്ലേ, സജദ ഓതേണ്ട സമയമല്ലേ, മുൽക്ക് ഓതേണ്ട സമയമല്ലേ, വാക്യം ഓതേണ്ട സമയമല്ലേ. അല്ലാഹുവേ, ആ പുണ്യമായ സമയങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഇന്നുമ്മമാര് കരയുകയാ, ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുകയാ. പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന പെണ്ണിന്റെ കണ്ണ് നിറയുമ്പോ എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുമല്ലോ, എന്റെ പെങ്ങളുടെ കണ്ണ് നിറയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ ഒരു ദിവസം 6 അടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്നോളെ.
ഈ സീരിയൽ നടിമാര് വരുവോ, ഈ കൈബളമാര് നിന്റെ കൂടെ വരുവോ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നല്ലോ. സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ചിട്ട് കബറിനകത്ത് ഇറങ്ങി കിടന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയല്ലോ. ആദ്യം മുതൽ അവസാനം വരെ സ്വന്തം കൈകൊണ്ട് കുടിച്ച് കബറിനകത്ത് ഇറങ്ങി കിടന്നിട്ട് 4000 പ്രാവശ്യമാണ് നഫീസ ഓതിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് ഒരായത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കബറിനകത്ത് കിടന്നു ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? ഒരായത്ത് ഓതിയിട്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുകയാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് നഫീസത്തുൽ മിസ്രിയ തളർന്നു വീഴുകയാ. ഏതായത്തെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു നരകവാസികളെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന രംഗം പറയുന്ന ആയത്ത് കേൾക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ വികാരമുള്ള പച്ചയിറച്ചിയുള്ള കാടാനുള്ള ഒരുപാട് മോഹങ്ങളുമായി കഴിഞ്ഞ പെണ്ണാണ് നഫീസ. ആരുടെ മണ്ണിനകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ആയത്ത് ഓതിയിട്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിനക്ക് സീരിയലിന്റെ നടിയല്ലേ അറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മൈമുനത്തുൽ മിസ്രിയാണ് നിനക്കറിയുമോ? മൈമൂനത്തുൽ മിസ്രിയാണ് നിനക്കറിയുമോ? അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു പൊന്നുമോള് മൈമൂനത്തുൽ മിസ്രിയ. തന്റെ സ്വർഗത്തിലെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ ഭർത്താവുണ്ടല്ലോ റബിയ റളിയല്ലാഹു തആല അൻഹു, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെണ്ണ് കാണാമെന്നപ്പോ മൈമൂന പറഞ്ഞു, റബിയ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു മോഹമുണ്ട്. ഒരു മണവാട്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, പെണ്ണ് കാണാമെന്ന പയ്യനോട് പെണ്ണ് പറയുകയാണ്, എനിക്കൊരു അഭിലാഷമുണ്ട്, സാധിച്ചു തരുവോ? എന്തേ മൈമൂന, എന്തേ മൈമൂന? അവിടെന്ന് പറഞ്ഞു, റബിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നോതുവേ റബിയ. ഒരു സൂറത്തെങ്കിലും ഓതു റബിയ, ഒരായത്തെങ്കിലും ഓതു റബിയ. കേൾക്കാനുള്ള മോഹം കൊണ്ടാ റബിയ. റബിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഏത് സൂറത്താ ഓതി കൊടുത്തത്? തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക്, തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക് ഏതായത്താ, ഏത് സൂറത്താ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാണ്. സ്വർഗത്തിലെ ഭർത്താവ് ഓതുന്നു, ഭാര്യ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാന ഓതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തെത്തിയപ്പോ രണ്ടുപേര് തളർന്നു വീഴുകയാ, രണ്ടുപേര് തളർന്നു വീഴുകയാ, രണ്ടുപേരും കിടന്ന് കരയുകയാ. മൈമൂന പറയുന്ന, റബിയ ഒരു പ്രാവശ്യം കൂടെ ഓതു റബിയ, ആയത്തൊന്നുകൂടെ ഓതുവോ, ആയത്തൊന്നുകൂടെ ഓതുവോ? റബിയ പറഞ്ഞു, ഇല്ല മൈമൂന, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന. ഒരിക്കൽ കൂടെ ഓതു റബിയ, ഒരിക്കൽ കൂടെ ഓതു റബിയ. റബിയ ഓതുകയാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി.
അവിടെ നിന്ന് നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുന്നിലേക്ക് നാട്ടുകാര് കടന്നു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ അടിമയെക്കുറിച്ചൊരു പരാതിയുണ്ട്, നിങ്ങളുടെ അടിമയെക്കുറിച്ചൊരു പരാതിയുണ്ട്. എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, തങ്ങളെ നിങ്ങളുടെ അടിമ പാതിരാത്രി പള്ളിക്കാട്ടില് പോകുന്നുണ്ട്, കഫൻ തുണി മൂട്ടിക്കാനാണെന്ന് തോന്നുന്നു. ആരെങ്കിലും മരിക്കുന്ന രാത്രി മാത്രമേ പോകാറുള്ളൂ. ഇമാം മാലിക് പറഞ്ഞു, ഒരിക്കലുമില്ല, എന്റെ അടിമ നല്ലവരാ, എന്റെ അടിമ അല്ലാഹുവിനെ പേടിയുള്ളവരാ, ഒരിക്കലും കഫൻ തുണി മൂട്ടിക്കാ പോകൂല. ഇല്ല തങ്ങളെ, പാതിരാത്രിയിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളൊന്ന് നോക്കണേ, അല്ലാഹുവേ അടിമയെ കുറിച്ച് ജനങ്ങൾ മുഴുവനും കള്ള എന്ന് പറഞ്ഞു പരാതി പറയുമ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചിന്തിക്കുകയാണ്, എന്തിനാണ് എന്റെ അടിമ പള്ളിക്കാട്ടിൽ പോകുന്നത്? ഇവര് പറയുന്നത് സത്യമാണോ? ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അല്ലാഹുവേ, നാട്ടിലൊരു മനുഷ്യന് മരണപ്പെടുന്നത് വരെ കാത്തിരിക്കുകയാ. തന്റെ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു, കൊണ്ടുപോയി കഫൻ പൊതിഞ്ഞ് മയ്യത്ത് നിസ്കരിച്ചു, കബറടക്കി. പാതിരാത്രി എത്തിയപ്പോ ഇമാം മാലിക് ഉറങ്ങുന്നത് പോലെ കടന്നുറങ്ങുകയാ. അവിടെ ഉറക്കം നടിക്കുകയാ. ഇമാം മാലിക് ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോ അടിമ എഴുന്നേറ്റ് മിണ്ടാതെ ഇറങ്ങി പോവുകയാണ്. പള്ളിക്കാട്ടിലേക്കാട് പോകുന്നത്. ഇമാം മാലിക് പുറകെ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ഇമാം മാലിക് നോക്കുമ്പോ തന്റെ അടിമ പള്ളിയിലേക്ക് കടന്നു ചെന്നു. പള്ളിയുടെ മൂലയിൽ നിന്നൊരു അവിടെ നിന്നൊരു ചങ്ങല കിടക്കുകയാണ്. പള്ളിയുടെ ഭാഗത്ത് നിന്ന് ചങ്ങല കിടക്കുകയാ. എന്നിട്ടെന്നെ കബറടക്കിയ, അന്ന് മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയ ആ പുതിയ കബറിന്റെ ചാരത്ത് പോയിട്ട് രണ്ട് കയ്യും ചങ്ങലയിൽ കെട്ടുകയാ. രണ്ട് കയ്യും ചങ്ങലയിൽ കെട്ടുകയാണ്. എന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എന്നെ പോലെ നടന്നവര് മനുഷ്യര് ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് റബ്ബേ. ഈ സമയത്തിനകത്ത് അല്ലാഹുവേ ചോദ്യം ചെയ്യലാണെന്ന് എനിക്കറിയാമല്ലോ. ഒരു ദിവസം ഞാനും വരണ്ടവനാ പടച്ചവര്. എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാ, സൽക്കർമ്മങ്ങളില്ല അല്ലാ, സദഖകളില്ല അല്ലാ, നിസ്കാരങ്ങളില്ല അല്ലാ. എന്റെ കയ്യിൽ ഇബാദത്ത് കുറവാണ് റബ്ബേ. ആരുടെ മണ്ണിനകത്ത് എന്നെ കൊണ്ടുവെക്കുമല്ലോ. എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇമാം മാലിക് നോക്കുമ്പോ അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട അടിമ കബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതുകയാണ്. ഇന്നലെ ജൈരാ അൻകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. ഇമാം മാലിക് ഓടുകയാ. ഓടി വന്നിട്ട് അടിമയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ. നിങ്ങളെയാണോ തെറ്റിദ്ധരിച്ചത്? നിങ്ങളെ കുറിച്ചാണോ നാട്ടുകാര് കള്ള എന്ന് പറഞ്ഞത്? അല്ലാഹുവേ, പാതിരാത്രി എഴുന്നേറ്റ് കബറിന്റെ ചാരത്ത് ചെന്ന് അള്ളാന്റെ ഖുർആനില് ഒരായത്തോതിയിട്ടിരുന്ന് പൊട്ടിക്കരയുകയാ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി കൂടെ ഇരുന്നു. രണ്ടുപേരും കബറിന്റെ രണ്ട് ഭാഗത്തിരുന്നു. എന്നിട്ട് കരയാൻ തുടങ്ങി. ഇന്നലദൈനാ അൻകാലം വജഹീമാ. രണ്ടുപേരും ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഓതുകയാണ്. സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം,
അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോ അല്ലാഹുവേ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എഴുന്നേറ്റ് പോയി തന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അടിമയെ വിളിക്കുമ്പോ എഴുന്നേറ്റില്ല ചെറുപ്പക്കാരാ, നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു പോയടാ പൊന്നുമോര്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, 6 അടി മണ്ണിനകത്ത് ഞാനും പോകണം, നീയും പോകണം. നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കൂട്ടുകാരും വരില്ല മോനെ. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട വീടാ, ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട വീടാ മോനെ. അതിനകത്ത് രക്ഷപ്പെടണോ, അതിനകത്ത് രക്ഷപ്പെടണോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നിനക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷഹീദായി മരിക്കാനുള്ള ഒരു 2 വരിയുള്ള ദുആ പറയാം, നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് പോവാ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ദുആ ചെയ്യാം, എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന 7 പ്രതിഫലം പറഞ്ഞു കൊടുത്തു. ഷഹീദായി മരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 7 പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഞങ്ങൾ പെണ്ണുങ്ങളാ യുദ്ധത്തിലൊന്നും പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല വഴിയുമുണ്ടോ? ആ സമയത്ത് പറഞ്ഞു, ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 25 പ്രാവശ്യം ഈ ദുആ ചെയ്താൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് 25 പ്രാവശ്യം പറയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബ കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരുന്നു, ഇനി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏത് ദുആ എന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. ഇത്രയേ ഉള്ളൂ. അസറിന്റെ ദുആയ, അസറിന്റെ ദുആയിൽപ്പെട്ട ദുആയ അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി എന്ന് പറഞ്ഞേ, വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, മരണസമയത്ത് നീ ബർക്കത്ത് ചെയ്യണം, മരണത്തിന് ശേഷവും നീ ബർക്കത്ത് ചെയ്യണം. അല്ലാഹു ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കല്ലേ, മതി ഇപ്പോൾ. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. സുഖമില്ല, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് വഅദ് പറയണ സമയമാകുമ്പോൾ എന്തോ ശരീരം വല്ലാത്തൊരു തളർച്ച. നിങ്ങളൊക്കെ ദുആ ചെയ്യ്, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് പടച്ച റബ്ബിന്റെ കരുണയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവിടെ ഒരു മനുഷ്യന് കിട്ടുന്ന പദവികളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്റെ മുന്നിൽ ആകാംക്ഷയോടുകൂടി സ്വർഗത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ, പടച്ചവന്റെ ഔദാര്യമില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരവും ഖുർആനോദലും നോമ്പ് പിടിക്കലും സദഖ കൊടുക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യലും വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും എല്ലാം നല്ല കാര്യമാണ്. അള്ളാന്റെ റസൂല് പറയുന്ന ഇതൊന്നും കൊണ്ടൊരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കാര്യവും ഇങ്ങനെയാണോ നബിയേ? അങ്ങയുടെ അവസ്ഥയും ഇങ്ങനെയാണോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെയാണ്. പ്രവാചകൻ എന്നിട്ട് തന്റെ സ്വഹാബത്തിനോടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ബനൂ ഇസ്രായേൽ സമുദായത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാ. ഈ മനുഷ്യന്റെ ജോലി എന്തെന്നറിയുമോ? ഈ മനുഷ്യന്റെ പ്രവർത്തനം എന്തെന്നറിയുമോ? ഈ മനുഷ്യൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 500 കൊല്ലമാണ് ജീവിച്ചത്.
ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 500 വർഷം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആ മനുഷ്യന് ജീവിക്കുകയാണ്. വീട്ടിലും ഭാര്യ മക്കളുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെയല്ല. ഈ മനുഷ്യൻ എന്തേ പടച്ചവനെ എവിടെയാണ് താമസിച്ചതെന്നറിയുമോ? അല്ലാഹുവേ പടച്ചവനെ, സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് ഈ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും ഇബാദത്താ. അല്ലാഹുവേ 24 മണിക്കൂറും ഇബാദത്താ. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. പച്ചവെള്ളം ഇങ്ങനെ കോരി കുടിക്കുകയാണ്. ഒരു റുമ്മാമ്പഴം എല്ലാ ദിവസവും ആ മനുഷ്യന് കിട്ടുകയാണ്. ഒരു റുമ്മാമ്പഴവും കടിച്ച് പച്ചവെള്ളവും കുടിച്ചിട്ട് ഈ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. എന്നിട്ട് ഈ മനുഷ്യൻ മരണപ്പെടുകയാണ്. അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഈ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയമുണ്ടല്ലോ, ഈ മനുഷ്യനോട് അല്ലാഹു പറയുന്നു, മനുഷ്യ, വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. എന്റെ ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പൊക്കോ. ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. 500 കൊല്ലം രാവും പകലും പടച്ച റബ്ബേ ഞാൻ ഇബാദത്ത് ചെയ്തവനാട്. 500 കൊല്ലം രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവനാട്. ആ ഇബാദത്തിന് പകരമായിട്ട് എനിക്ക് നീ സ്വർഗം തന്നാ മതി റബ്ബേ. അല്ലാഹുവേ, 500 വർഷത്തെ അമലിന് പകരമായി എനിക്ക് സ്വർഗം തന്നാ മതി എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹു മലക്കുകളെ വിളിച്ചോ, എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ 500 കൊല്ലത്തെ അമലെടുത്തൊരു ത്രാസിൽ വെക്ക്. ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെടുത്ത് മറ്റൊരു ത്രാസിൽ വെക്ക്. എന്നിട്ട് അളന്നു നോക്കാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു പറയുന്നു, ഞാൻ ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായോ എന്ന് അളന്നു നോക്കാൻ പറയുമ്പോ, അളന്നു നോക്കിയിട്ട് മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, ഇല്ല പടച്ചവര്, നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന് പകരമായിട്ട് പോലും 500 വർഷത്തെ അല്ലാഹുവേ ഇബാദത്ത് മതിയായില്ലെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മനുഷ്യനോളം ഈ മനുഷ്യൻ പോലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്ന് യാചിക്കുകയാണ്. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യൻ പോലും അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ കടന്ന് കരഞ്ഞിട്ട് ഈ മനുഷ്യൻ പോലും അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ്, പടച്ചവന്റെ ഔദാര്യം കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗമില്ല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് 5 സമയങ്ങളിൽ ഒരു മനുഷ്യര് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 5 അവസരം വരാനുണ്ട്. ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി വരാനുള്ളതാണ്. ഈ 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിലോ അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു 5 അവസരം വരാനുണ്ട്. ഇതുവരെ വന്നില്ല. ഒരു 5 അവസരം വരാനുണ്ട്. ആ 5 അവസരത്തിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു 5 സമയങ്ങൾ വരാനുണ്ട്.
ആ 5 സമയങ്ങളിൽ നിസ്കാര തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ, ഹാജിയാരാണെന്ന് പറഞ്ഞിട്ടോ, താടിക്ക് നീളമുണ്ടെന്ന് പറഞ്ഞിട്ടോ, പള്ളിയിലെ ഇമാമാണെന്ന് പറഞ്ഞിട്ടോ, 24 മണിക്കൂറും തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 5 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ 5 സമയങ്ങളിൽ രക്ഷപ്പെടുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 5 സമയങ്ങൾ ഏതാ നമുക്ക് പഠിക്കാം. ആ 5 സമയങ്ങൾ ഏതാ നമുക്ക് പഠിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആ 5 സമയങ്ങൾ ഏതാണ്? അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത ആ 5 സമയങ്ങൾ ഏതാണെന്ന് അള്ളാന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താണ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്ന സമയത്ത് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിക്കാൻ കിടക്കുന്ന സമയത്തൊരു മനുഷ്യര് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ ഒരു മനുഷ്യന്റെ നാവ് പൊങ്ങണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം, ഉസ്താദെ എന്നെ കൊണ്ടത് പറ്റൂ ഉസ്താദെ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഞാൻ പള്ളിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ പള്ളിയിലെ ഇമാമ, എൻ്റെ വാപ്പ മുസ്ലിമാ, എൻ്റെ ഉമ്മ മുസ്ലിമാ, ഞാൻ മുസ്ലിമായിട്ടാ ജീവിക്കണേ, എന്നെ കൊണ്ടതിന് കഴിയുമെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെയാ. അങ്ങനെ ആരും ഉറപ്പിക്കണ്ട. മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓസിനങ്ങ് പറയാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ മോനെ, അത് വെറും തെറ്റിദ്ധാരണയാ. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി വാപ്പയും മകനും കൂടെ ഒരു പള്ളി കെട്ടുകയാണ്. ആദ്യമായിട്ട് പടച്ചറപ്പിനെ ആരാധിക്കാൻ ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമോനും കൂടെ ഒരു പള്ളി കെട്ടുകയാണ്. രണ്ടുപേരും കൂടെ പള്ളിയുടെ പണി കഴിയുമ്പോ അള്ളാഹുവേ കഅബാലയത്തിന്റെ പണി അങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ പിടിച്ചെടുത്തിരുത്തിയിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ദുആ പറയുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അള്ളാഹരോട് പറയുന്നു, അല്ലാ ഈ സൽക്കർമ്മത്തിന് സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, റബ്ബേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവിനെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബിയോട് ഒരൽപ്പം സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിന്റെ പൊന്നുമോനെ എനിക്ക് വേണ്ടി അറുത്തു തരാറ്. പടച്ചവനെ അല്ലാഹു പറയുന്നത് കേട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ കടുത്തിൽ കത്തിവെച്ചിട്ടറുക്കാ തയ്യാറായ ഇബ്രാഹിം നബിയാണ് അല്ലാഹുവോട് പറയുന്നത്, റബ്ബേ
ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആമീൻ പറയുന്നത് ആരെന്നറിയുമോ? 10 വയസ്സ് പ്രായമുള്ളപ്പോ വാപ്പ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, മോനെ അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ 10 വയസ്സുള്ള പൊന്നുമകൻ തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെന്ന് പറഞ്ഞു, تؤمر ستجدني إن شاء الله. അല്ലാഹു പറയുന്നതനുസരിക്കുക ബാപ്പാ, അല്ലാഹു പറയുന്നതനുസരിക്കുക ബാപ്പാ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞ ഇസ്മായിൽ നബിയാണ് തന്റെ ബാപ്പ ദുആ ചെയ്യുമ്പോൾ പുറകിലിരുന്ന് ആമീൻ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉറപ്പുണ്ടായിരുന്നെങ്കിലോ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ഒരു ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് അടിമയായിരുന്ന എനിക്ക് നീ മോചനം തന്നു, എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരം തന്നു, എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം നിന്റെ ഔദാര്യമാണ് റബ്ബേ. യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ. ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാറുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. യൂസുഫ് നബി ചെയ്ത ദുആ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാതിരാത്രി സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്തെന്നറിയോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ് എന്റെ ഹൃദയം ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് ദുആ ചെയ്തു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ എല്ലാവരെ കൊണ്ടും കഴിയില്ല. എത്രയോ ആൾക്കാരുണ്ട് ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിച്ച് മരിക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന കാലത്ത് മൊത്തോ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമായി ഇങ്ങനെ ജീവിക്കുകയാണ്. അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, കാഫിറിനെ പോലെ ജീവിച്ചു. അവസാനം മരണസമയം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നുപോയി എത്രയോ ആൾക്കാരെ നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങടോ, നിന്നെ കൊണ്ട് കഴിയില്ല, അല്ലാഹുവിന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയാം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും പറയാൻ കഴിയൂല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും അത് പറയാൻ കഴിയൂല. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. ആ കൈപൊക്കാൻ മനസ്സില്ലാത്ത മനുഷ്യനെ എനിക്കൊന്ന് കാണാനാ, ഒന്ന് കൈപൊക്കിക്ക്.
ഷഹീദായി മരിക്കാൻ ആഗ്രഹമില്ല അല്ലേ വാപ്പ, ഇനി നീ എവിടെ കിടന്ന് മരിക്കാനിരിക്കുക? അതിന് പോലും മനസ്സില്ലാത്ത ആൾക്കാരില്ലേ? അല്ലാഹു ആലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, നിനക്ക് സ്വർഗത്തിലും പോകാം, നിനക്ക് ഇഷ്ടമുള്ള 70 പേരെയും കൊണ്ടുപോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെ മനുഷ്യൻ നീ മാത്രമല്ല പോണേ, നിനക്ക് ഇഷ്ടമുള്ള 70 എണ്ണത്തിനെ കൊണ്ടുപോകാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്ക്. യുദ്ധക്കളത്തിലൊന്നും പോകണ്ട, യുദ്ധത്തിനൊന്നും പോകണ്ട. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്ക്. വഴി പറഞ്ഞുതരാം. നല്ല പോലെ പൊക്കിക്ക്, എന്തിനാ പിശുക്കത്തരം കാണിക്കണേ? നല്ല പോലെ പൊക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. 2 വരിയുള്ള ഒരു ദുആ പറഞ്ഞാൽ മതി, നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? പറ മനുഷ്യന്മാരെ, 2 വരിയുള്ള ഒരു ദുആ എല്ലാ ദിവസവും പറഞ്ഞാൽ മതി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞൂടെ? നിങ്ങളൊന്ന് നേരെ ഇരുന്നേ. ഇതിലെങ്ങനെയല്ല ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണോ? എങ്ങനെ ഇരിക്കണം? നേരെ ഇരി മനുഷ്യന്മാരെ. നാളെ ഇവിടെ ആരാപ്പ വധു പറയുന്നേ? അൻവർ മുഹീദി ഉസ്താദ് വധു പറയും. ഇവിടെ പള്ളി എവിടെ? കബറടക്കണ പള്ളി. ക്ലാപ്പനെ വരെ പോണയില്ലേ? ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ കേൾക്കൂല. നാളെ പള്ളിക്കാട്ടി കിടക്കാനുള്ളതാ. നേരെ ഇരിക്കുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ.